ഹായ് കൂട്ടുകാരി, ഇതെവിടെയാണെന്നറിയാമോ നിങ്ങൾക്ക്? ഇത് ഊട്ടിയൊന്നും അല്ല കേട്ടോ, ഇത് ബാംഗ്ലൂരാ. ഇത് പറയുന്ന ആരാ? ഇത് വിദ്യയാണേ. ടൈംലെസ് ട്രാവൽ ഹെൽത്തി ലെസ്റ്ററിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇത് ഒരു സമയം എന്തായെന്ന് വല്ല പിടുത്തമുണ്ടോ കൂട്ടുകാരി? 7:30 വിശ്വസിക്കാമോ? ദേ ആൾക്കാരൊക്കെ പോകുന്നു. ഇത് കോടമഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. കോടമഞ്ഞ് കുടഞ്ഞിട്ടിരിക്കുക. കോടമഞ്ഞ് ബാംഗ്ലൂരിലേക്ക്. എൻ്റെ ദൈവമേ, ഇത് കാണാനൊരു രസമല്ലേ? രസമാണ്, കാണുന്നവർക്ക് നല്ല രസമാണ്. പോകുന്ന നമുക്കിച്ചിരി പാടാണ്, പക്ഷെ കുഴപ്പമില്ല. കാണൂ കൂട്ടുകാരെ, കാണൂ. കോടമഞ്ഞിൽ കൂടി കാറ് കടന്നു പോകുന്നു. എൻ്റെ പരുവം ഇങ്ങനെയാണ്. ഞാനിങ്ങനെ പൊക്കുമ്പോൾ ഇഷ്ടം കാതിച്ചെന്നു കണ്ടോ? കൃഷിയിടങ്ങളെല്ലാം കോടമഞ്ഞിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുക. കൃഷിക്ക് റെഡിയായി കിടക്കുന്ന ഭൂമി. ഇത് നമ്മുടെ ചോളമാണ് കേട്ടോ, വേറൊന്നുമല്ല, ചോളക്കുട്ടികളാണ്. കണ്ടോ? ഒരു സ്ഥലത്ത് പൂക്കൃഷിക്ക് ഇത് കുറേശ്ശെ ഒരു ഭൂമി ഇളക്കി കൃഷി ഇറക്കാൻ പാകമാക്കുക. നമ്മൾ ഒരു സൈഡിൽ കൂടെ തെങ്ങിൻ തോപ്പ. നല്ല രസമില്ലേ കൂട്ടുകാരെ? ഇതൊക്കെ കാണാനൊരു ഭാഗ്യം വേണം. രാവിലെ 7:30 എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കിലാണ്. ബേക്കറിയിലൊക്കെ പോയിട്ട് വീട്ടുകാരിയൊക്കെ വെച്ച് കൊടുക്കണ്ടേ, എണീക്കണ്ടേ? ഞായറാഴ്ചയാണ് പോലും. ഞായറാഴ്ചയേ. പക്ഷെ നമുക്ക് ഞായറും തിങ്കളൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ ഇറങ്ങും. എന്താ എന്ത് രസമാണ്! സ്വർഗം താണിറങ്ങി വന്നതോ, അതൊക്കെ ഓർമ്മ വരിക. ഈ റോഡിങ്ങനെ ഒരു ബൈലെയിനാണ്. ഇതൊരു ഹൈവേ ഒന്നുമല്ല, സ്റ്റേറ്റ് ഹൈവേയും അല്ല, ഒന്നുമല്ല. പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട് ആയതുകൊണ്ട് ഈ റോഡ് നല്ലതായിട്ട് ഇപ്പോൾ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? ഇങ്ങനത്തെ വണ്ടികളാണ് ഏറ്റവും കൂടുതലും, വാട്ടർ സപ്ലൈ വണ്ടികളാണ് ഈ റോഡിൽ പോവുക. അപ്പോൾ അവർക്ക് പോകാൻ സുഗമമായിട്ട് റോഡ് വേണമല്ലോ. അങ്ങനെ ആണ് സംഭവം. കണ്ടോ? ഇതൊരു പഴയ എന്താ പറയുക ഒരു ഗ്രാമമാണ്. ഇവിടെ തമിഴ്നാട്ടിലെ പോലെ ഒരു കൂട്ടം ആൾക്കാർ ഒരു സ്ഥലത്ത് താമസിക്കും. പിന്നെ കുറച്ച് കൃഷിസ്ഥലം, പിന്നെ കുറച്ച് സ്ഥലങ്ങൾ, അങ്ങനെയാണ്. ഇവിടെ മിക്ക വീടുകളിലും പാല് കൊടുക്കാൻ ഉണ്ടാവും, അതായത് പശുക്കളെ വളർത്തുന്നുണ്ടാവും. പിന്നെ കൃഷി, അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടികൾ. രാവിലെ ഓരോ മൂലയ്ക്കും ഒരു 4 പട്ടികൾ, അതാണ് കണക്ക്. ബാംഗ്ലൂരിലെ ശ്വാനസേന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകപ്രശസ്തമാണ്. എവിടെ മീറ്റിംഗ് നടന്നാലും ശ്വാനന്മാരുടെ പ്രതിഷേധം നടക്കുന്നുണ്ടാവും. അപ്പോൾ
എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് ബാംഗ്ലൂരാണെന്ന്. അതിന് ഒരു കാര്യമുണ്ട് കേട്ടോ, അവർക്ക് ആഹാരം നല്ലതുപോലെ കിട്ടുന്നുണ്ടേ. ഈ ശനീശ്വരൻ്റെ വാഹനമാണ്. ശനീശ്വരൻ പ്രസാദിക്കണമെങ്കിൽ ശ്വാനന്മാരെ പ്രസാദിപ്പിച്ചാൽ മതി എന്നുള്ളൊരു വിശ്വാസം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ശ്വാനന്മാർ ഉണ്ടാകുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ ആരും തുനിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഊഹം. അത് വേണ്ടി വരും. അപ്പോൾ കൂട്ടുകാരെ, പുതിയൊരു വിഷയമായിട്ട് വേറൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ബൈ.